അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. രാവിലെ തന്നെ കുളിച്ച് ഇന്ന് നമുക്ക് ഫാമിലിൻ്റെ ഒരു ക്രിസ്മസ് ഫംഗ്ഷൻ ഉണ്ട്. അതായത് ക്രിസ്മസ് ഫംഗ്ഷൻ അല്ല, ആക്ച്വലി നമ്മളെല്ലാം ഒരു ഗെറ്റ് ടുഗെദർ എന്ന് പറയും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. എല്ലാവരും കാണാറുണ്ട്, പക്ഷെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചുണ്ടാവുന്നത് വളരെ അപൂർവമാണ്. അപ്പം ഇന്ന് എല്ലാവരും പണിയും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചാൽ ഒന്നിച്ച് വന്നിരിക്കും. അപ്പം ഇതാ ഒക്കെ കൂടി എല്ലാ അവസ്ഥ അറിയാലോ, എല്ലാവരും തള്ളി മറിക്കുന്നുണ്ട്. അത് കേൾക്കാനാണെങ്കിൽ കുറേ. പിന്നെ എല്ലാവരും താഴെ വീട്ടിലേക്ക് പോയി. അവിടെയാണ് നമ്മളെ കേക്ക് മുറിയും ഫുഡൊക്കെ. അപ്പോൾ കേക്കിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഇപ്രാവശ്യം നമ്മളെ ക്രിസ്മസ് ആഘോഷം അച്ചമ്മക്കപ്പായിരുന്നു. അങ്ങനെ നമ്മളെ കേക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളെ ഫുഡിലേക്ക് കിടന്നു. എല്ലാവരും ഓണസദ്യയിൽ വയ്ക്കുന്ന പോലെ അങ്ങനെ നേർന്നിരുന്നു. അങ്ങനെ പപ്പടവും സാമ്പാറും ചിക്കൻ കറിയും ഒക്കെയായ അതിഗംഭീരമായിട്ട് നമ്മളെ സദ്യ ഉണ്ട്. അടുത്തതായി നടക്കാൻ പോകുന്നത് ഫോട്ടോ സെഷനാണ്. അപ്പോൾ നമ്മൾ മുമ്പെടുത്ത ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യലായിരുന്നു നമ്മളെ പരിപാടി. അങ്ങനെ ഇവരെ യാത്രയിപ്പിക്കാൻ പോവുകയാണ് നമ്മൾ. പിന്നെ നെല്ലിക്കയും പറഞ്ഞു ഒരു എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കുന്ന എല്ലാവരും നമ്മൾക്ക് കാണാം. അവസാനം അവൻ കരഞ്ഞു മെഴുകി ഗെയ്സ്. പക്ഷെ എന്നാലും അവന്റെ കോൺഫിഡൻസ്. അങ്ങനെ ഒരുപാട് നാളുകൾ ശേഷമാണ് നമ്മളെല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് സംസാരിച്ചത്. പിള്ളേരെല്ലാവരും കളിയും ചിരിയും തഗ്ഗും ഒക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഹാപ്പി ക്രിസ്മസ്, ബൈ ബൈ.